റൂൾ ഓഫ് ലോയിൽ രണ്ടുപേരും തുല്യരാണ്. ഞാൻ കംപ്ലൈന്റ് അതായത് റൂൾ ഓഫ് ലോയിൽ പുരുഷനെന്നോ സ്ത്രീ എന്നോ ഒന്നില്ല. നമ്മളിവിടെ ചർച്ച തന്നെ മാറിക്കൊണ്ട് പോവാണ്. കാരണം എന്താണ്, സ്ത്രീ ഇതിങ്ങനെയാണ്, പുരുഷൻ അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. എല്ലാവർക്കും നിയമങ്ങൾ വേണം, സ്ത്രീക്കും വേണം പുരുഷനും വേണം നിയമങ്ങൾ. ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്, അവർക്കും വേണം നിയമങ്ങൾ. എല്ലാവർക്കും നിയമങ്ങൾ നിയമത്തിന് മുകളിൽ ആരുമില്ല, താഴെ ആരുമില്ല, എല്ലാവരും തുല്യരാണ്. ഏത് പ്രധാനമന്ത്രി വന്നാൽ പോലും എല്ലാവരും തുല്യരാണ്. നിയമത്തിന് റൂൾ ഓഫ് ലോനെ തൊട്ട് കളിക്കരുത്. റൂൾ ഓഫ് ലോ ഇസ് ഞങ്ങളെ സംബന്ധിച്ച് സുപ്രീം ലോ ഓഫ് ലാൻഡ് ആണ് റൂൾ ഓഫ് ലോ. അത് എല്ലാവരും പാലിക്കണം. കേൾക്കൂ. അപ്പൊ അതുകൊണ്ട് ഇതിനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു, ഇത് മിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു. അതാണ് കുഴപ്പം. ഞങ്ങൾ സ്ത്രീകൾക്കെതിരല്ല, ഞങ്ങൾ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്നു. വി റെസ്പെക്ട് ദ വുമൺ. അല്ലാതെ ഈ എന്താ പറയാ, നേരത്തെ ഈ മാഡം പറഞ്ഞില്ലേ, ഒരു കോഴിക്കോട് ഗോവിന്ദാപുരത്ത് ഒരു ദീപക് എന്ന് പറഞ്ഞ പയ്യൻ മരിച്ചുപോയി. ആളുടെ വക്കീലാണ് ഞാൻ. ആൾക്ക് വേണ്ടി ആദ്യമായിട്ട് പരാതി കൊടുത്ത് ഈ കേസ് എടുപ്പിച്ച, FIR എടുപ്പിച്ച, ആ ഇതിൽ ചെയ്യാൻ പറ്റിയ ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് പറയാം, ആ അമ്മയുടെ കരച്ചിൽ ഞാൻ കണ്ടതാ. ആ പയ്യൻ ഗോവിന്ദാപുരത്ത് ഒരു ദീപക് എന്ന് പറഞ്ഞ പയ്യൻ, നല്ല പാവത്താനായിട്ട് അവൻ ജോലി ചെയ്ത് അവൻ ബസ്സിൽ കയറി പോവായിരുന്നു. ഈ പെൺകുട്ടി അപ്പുറത്തെ പെൺകുട്ടി പ്രോഗ്രാം കൊടുത്താണ്. പക്ഷെ ഇത് ഇങ്ങനെയുള്ള മിസ്യൂസ് ഉണ്ടാവരുത്. ഇങ്ങനെയുള്ള മിസ്യൂസ് തടയപ്പെടണമെന്നാ പറയണേ, അല്ലാണ്ട് ഞങ്ങൾ സ്ത്രീകൾക്ക് അദ്ദേഹത്തിനോടാണ് പറയുന്നത്. സാർ, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് തുല്യ പൗരത്വമാണ്. സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമാണ്, സമൂഹത്തിലായാലും വീട്ടിലായാലും. ഞാൻ ചെറിയൊരു എഴുത്തുകാരിയാണ്, ഒരു സാഹിത്യ സംഘടനയുടെ ചീഫ് അഡ്മിനാണ് ഞാൻ. കഥയും കവിതയൊക്കെയാണ് എൻ്റെ മേഖല. അവിടെ ചില പുസ്തക പ്രകാശനങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, പെണ്ണ് അടുക്കളയിൽ കിടന്ന് പുകയുന്നു, പെണ്ണ് അടുക്കളയിൽ കിടന്ന് വേവുന്നു. എന്റെ പൊന്നു സാർ, ആണ് പുറത്ത് വെയിലത്ത് കിടന്ന് ഉരുകുന്നത് കൊണ്ടാ ഈ പെണ്ണ് അടുക്കളയിൽ കിടന്നത് വേവുന്നത്. എനിക്കറിയാം. അഹോരാത്രം കഷ്ടപ്പെട്ട് എന്നെ പുലർത്തിയ എൻ്റെ അച്ഛനെ ഞാൻ ബഹുമാനിക്കുന്നു. എന്നെ സംരക്ഷിച്ച എൻ്റെ ഭർത്താവിനെ ഞാൻ ബഹുമാനിക്കുന്നു. എൻ്റെ മരുമകളെ പൊന്നുപോലെ നോക്കുന്ന എൻ്റെ മകനെ ഞാൻ ബഹുമാനിക്കുന്നു. പിന്നെ ഞാൻ എങ്ങനെ പുരുഷനെ അഗേൻസ്റ്റ് ആയിട്ട് ചിന്തിക്കും? ഒരു അവസരം എനിക്ക് തരണം. ഒന്ന്, പെണ്ണ് അടുക്കളയിൽ കിടന്നു പോകുന്നു, പുരുഷൻ പുറത്തു പോകുന്നു. ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കുറച്ച് പുകച്ചില് പെണ്ണുങ്ങൾക്കും വിട്ടുകൊടുത്തേക്ക്, അവരും പുറത്തുപോയി ജോലി ചെയ്യട്ടെ. ഇടക്ക് പറയരുത്. സ്ത്രീകള് അകത്ത് കിടന്ന് മാത്രം പോകണ്ട, പുരുഷന്മാരകത്ത് അടുക്കളയിൽ കിടന്ന് പുകഞ്ഞോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. അതാണല്ലോ തുല്യത. രണ്ടാമത്തെ കാര്യം, കൽപ്പന ചാവലനെ ചൂണ്ടിക്കാണിച്ചിട്ട് തൊട്ടപ്പുറത്ത് കിടക്കണ വീട്ടിലെ പെണ്ണിനോട് നിനക്കിനി യാതൊരു സംരക്ഷണം വേണ്ടെന്ന് പറയണത് ശരിയായിട്ടുള്ള കാര്യമല്ല. കൽപ്പന സംരക്ഷണം പറയല്ലോ, രണ്ടാമത്തെ കാര്യം, എല്ലാരും പറഞ്ഞു നിയമം തുല്യത വേണമെന്നാ പറഞ്ഞേ. തുല്യത വേണം. തുല്യത അനുശാസിക്കാൻ വേണ്ടി, ഉണ്ടാക്കാൻ വേണ്ടി ഭരണഘടനയിൽ തന്നെ 15(3) കൃത്യമായി പറയുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടുന്ന, അല്ലല്ല പറയട്ടെ, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടുന്ന രീതിയിൽ നിയമം ഉണ്ടാക്കാം. അങ്ങനെ തന്നെയാണ് ആൾക്കാർക്ക്. അല്ലല്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു തെറ്റ് തിരുത്തി കൊടുക്കാം. കോൺസ്റ്റിറ്റ്യൂഷനിലെ സ്ത്രീ പുരുഷൻ എന്നൊന്നും പറയുന്നില്ല, സിറ്റിസൺ എന്നാ പറയണത്. അതിൽ പറയുന്നത് നിങ്ങൾ കേൾക്കും, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചിട്ട് പോവാ. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം ലോ ഓഫ് ലാൻഡ് ആണ്. അതൊക്കെ കൃത്യമായിട്ട് പറയണം. മിനിമത്തിന് അറിയാലോ. അപ്പൊ അതുകൊണ്ട് അത് ആണ് പെണ്ണെന്നൊന്നും പറയണില്ല, സിറ്റിസൺ എന്നാ പറയണേ. പിന്നെ ഈ 14 പറയുന്നത് ഇക്വാലിറ്റി ആണ്. എല്ലാവരും ഈക്വാലിറ്റി ബിഫോർ ലോ, ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. അത് രണ്ട് കാര്യമാണ് പറയണേ. അതിന്റെ സബ് വരുന്നുണ്ട്. അതിൽ പറയുന്നത് റേഷണൽ അനാലിസിസ് നടക്കണം. അതായത് എന്താണ്, ചില ആളുകള് ചില സമൂഹത്തിൽ വൾനറബിലിറ്റി ഉണ്ടാവും, അവർക്ക് സംരക്ഷണം ആവശ്യമുണ്ട്. അല്ലാണ്ട് ലേഡീസിനല്ല പറയണേ. അങ്ങനെ നമ്മുടെ വക്കീൽ അറിയാലോ. വേറൊരു വക്കീലിന്റെ ജാമ്യം എടുക്കാൻ ഒരു സെക്കൻഡ്.